ഏറന്നൂർ മനയിലെ പ്രസാദ് നമ്പൂതിരിപ്പാട് നമ്മോടൊപ്പം ചേരുകയാണ്. സത്യത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായി വലിയ സന്തോഷമായിരിക്കും, പക്ഷെ പ്രതീക്ഷിച്ചിരുന്നു ഇങ്ങനെ? ഇല്ല, ആഗ്രഹം ഉണ്ടായിരുന്നു, പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല, അത്രയേ ഉള്ളൂ. ആഗ്രഹിച്ചിരുന്നു, നല്ലോണം ആഗ്രഹിച്ചിരുന്നു എനിക്ക് കിട്ടണം. അത് ഈ 14 പേര് ആഗ്രഹിക്കും എനിക്ക് കിട്ടണമെന്ന്. ഞാനും അതേപോലെ ആഗ്രഹിച്ചു, അത്രയേ ഉള്ളൂ. അതൊരു പ്രതീക്ഷയും കൂടാതെയാണ്. പ്രതീക്ഷ ഉണ്ടായില്ല. ഇതിനു മുൻപ് ഇത്തരത്തിൽ ലിസ്റ്റ് വന്നിരുന്നു? 3 തവണ വന്നിരുന്നു. ആദ്യത്തെ തവണ നറുക്കെടുത്തില്ല, രണ്ടാമത്തെ തവണ നറുക്കെടുത്തു, മേൽശാന്തി ഉണ്ടായിരുന്നില്ല. 3-ാമത്തെ തവണയിലാണ് മേൽശാന്തിയും പേരും കൂടി വന്നത്. 3-ാമത്തെ തവണയാണ്. വളരെ സന്തോഷം തോന്നി. അയ്യപ്പൻ്റെ നിയോഗം ഇപ്പോഴാണ്. പൂജാരിയാവുക എന്ന് പറഞ്ഞാൽ അത്ര സുഖമുള്ളൊരു ജോലിയൊന്നുമല്ല. എങ്കിൽ പോലും വെയിലും മഴയും അതൊന്നും നമ്മളെ സംബന്ധിച്ച് ഇതൊന്നും വിഷയങ്ങളല്ല. നമുക്കൊരു അപകടം പറ്റിയാൽ പോലും സബ്സ്റ്റിറ്റ്യൂട്ടിനെ കണ്ടെത്തിയിട്ടേ പറ്റുള്ളൂ. ഓർമ്മയുണ്ടോ ഇല്ലേ എന്നുള്ളത് പോലും ചിന്തിക്കുന്നൊരു വിഷയമല്ല. അത്രയും ഇതിൽ നിന്ന് അയ്യപ്പൻ്റെ ഒരു നിയോഗം കിട്ടിയപ്പോൾ വളരെ സന്തോഷം തോന്നി. നിലവിൽ ആറേശ്വരം ക്ഷേത്രത്തിലെ തന്ത്രി കൂടിയാണല്ലേ? തന്ത്രി കൂടിയാണ്. ആറേശ്വരം ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ ഒരു ഇതറിഞ്ഞപ്പോൾ അവരുടെ ഒരു സന്തോഷം എങ്ങനെയാണ്? എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. അതിപ്പോൾ ഇവിടെ ക്യാമറ നോക്കി അറിയാം, വളരെയധികം ആൾക്കാരുണ്ട്. നോർമലായിട്ട് ശനിയാഴ്ച അത്യാവശ്യം സ്ഥിരമായിട്ട് വരുന്ന കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാവരും അറിഞ്ഞപ്പോൾ തൊട്ട് അഭിനന്ദനങ്ങളും. ഫോണ് എനിക്ക് എടുക്കാൻ തന്നെ പറ്റിയിട്ടില്ല, വളരെ കുറച്ച് ഫോണേ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഒരുപാട് ആൾക്കാർ വിളിക്കുന്നുണ്ട്, പരിചയമുള്ളതും ഇല്ലാത്തതുമായിട്ട്. ശരിക്കും എപ്പോഴാണ് തുടങ്ങിയത് ഇങ്ങനെ ഒരു പൂജ ആ ഒരു ഫീൽഡിലേക്ക് വരുന്നത്? ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു? എങ്ങനെയാണ്? ഞാൻ ഈ അമ്പലത്തിൽ ഒരു 6-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പൂജയ്ക്ക് വന്നിട്ടുള്ള ആളാണ്. പിന്നെ 18 വയസ്സിൽ അങ്ങനെയൊന്നും പൂജയൊന്നും വേണ്ട എന്നുള്ളൊരു ചിന്തയിൽ വന്നു. പിന്നെ 20-ാമത്തെ വയസ്സിൽ ദേവസ്വം ബോർഡിൽ കിട്ടി. പിന്നെ ഇതിനോട് അറ്റാച്ച്ഡായി. ഞാൻ സിവിൽ എഞ്ചിനീയറിങ്ങിന് ഡിപ്ലോമയ്ക്ക് പോയി, അത് പകുതി വഴിയിൽ വെച്ച് ഉപേക്ഷിച്ചു. അങ്ങനെ ഈ ഒരു മാർഗം തിരഞ്ഞെടുക്കുകയായിരുന്നു അല്ലേ? ഫുള്ള് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ പരീക്ഷയൊന്നും എഴുതിയില്ല. എനിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. പണ്ട് മുതലേ പൂജാകർമ്മങ്ങളോടായിരുന്നു? പൂജയ്ക്ക് പോകാറുണ്ട്, പക്ഷെ ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. എങ്കിലും പിന്നീട് അതൊരു പാഷനായിട്ട് വന്നു ഓട്ടോമാറ്റിക്കായിട്ട്. നിയോഗം ഇതാണ്, പിന്നെ നമ്മൾ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഈ ഒരു ശബരിമല ബന്ധപ്പെട്ട കുറച്ച് വിവാദങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മേൽശാന്തിയായി നിയമിക്കപ്പെടുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത്തരം വിവാദങ്ങളൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അത് അതിൻ്റെ വഴിക്ക് നടക്കും. നമ്മളെപ്പോഴും വിജിലൻ്റ് ആയിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വിവാദങ്ങൾ വിവാദത്തിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ, നമ്മളതിനെക്കുറിച്ച് ബോധർ ചെയ്യണില്ല. അതായത് വിവാദങ്ങളൊന്നും നോക്കാതെ നമ്മൾ നമ്മുടെ കർമ്മം ചെയ്ത് മുന്നോട്ട് പോകുന്ന കാര്യം ചെയ്യുക. എനിക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ പൂജ കഴിക്കുക, ബാക്കി നമുക്ക് ഏൽപ്പിച്ചു തരുന്ന ഡ്യൂട്ടി നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക, അത്രയും മതി. ഇനി എന്താണ് ശരിക്കും ഇതിൻ്റെ ഒരു തുടർ നടപടികൾ? അത് അന്വേഷിച്ചിരുന്നു? എനിക്കറിയില്ല. ദേവസ്വം ബോർഡിൽ വിളിച്ച് അന്വേഷിക്കാൻ വേണ്ടി വരും. ഇവരായിട്ട് അന്വേഷിച്ചിട്ടാണ് ഇനി അടുത്ത ഘട്ടത്തിലേക്ക്. തന്ത്രിമാരെ വിളിക്കണം, ആരെയും വിളിച്ചിട്ടില്ല. അമ്പലത്തിൽ നിന്ന് കഴിഞ്ഞിട്ട് വിളിക്കാൻ വിചാരിച്ചിട്ടുള്ള ഒരു ഗ്യാപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ആ ഒരു സന്തോഷം തന്നെയാണ്? അത് എത്രത്തോളം പറഞ്ഞറിയിക്കാനാവാത്ത പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര ഹാപ്പിയാണ്. അതുതന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ സന്തോഷമാണ്. നമുക്കിപ്പോൾ ഈ ഒരു ദൃശ്യങ്ങൾ തന്നെ കാണാം. ഓരോരോ ആളുകളായി അദ്ദേഹത്തെ കാണാൻ എത്തുകയാണ്. ശബരിമല പുതിയ മേൽശാന്തിയെ കാണാനായി വലിയ ജനപ്രവാഹം തന്നെയാണ് ഈ ഒരു ആറേശ്വരം ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഇവിടുത്തെ മേൽശാന്തിയും തന്ത്രിയും ഒക്കെയാണ് അദ്ദേഹം എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് ശരിക്കും ഒരു ഭഗവാന്റെ അല്ലെങ്കിൽ ഭഗവാൻ കൽപ്പിച്ചു തന്ന ഒരു ഭാഗ്യമായിട്ടാണ് അദ്ദേഹം കണക്കാക്കുന്നത്. എന്തായാലും തുടർ നടപടികൾ എന്താണെന്ന് അന്വേഷിച്ച് അത് അത്തരത്തിൽ പ്രവർത്തിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്.